കളമശ്ശേരിയിലെ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ച് ഫ്ലെക്സ് വികസനത്തിലൂടെ കഥ പറഞ്ഞ ഒരു MLAയുടെ പരാജയത്തിന്റെ കഥ പറഞ്ഞ് UDF ബുക്ക് പ്രസിദ്ധീകരിച്ചു. കളമശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ UDF നേതാക്കളാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ 5 വർഷം കളമശ്ശേരിയിലെ MLAയ്ക്ക് ഒരു പുതിയ പദ്ധതി പോലും പൂർത്തിയാക്കാനോ തുടങ്ങിവെക്കാനോ കഴിഞ്ഞില്ല എന്ന് നേതാക്കൾ ആരോപിച്ചു. കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ ആദ്യത്തെ MLAയും മന്ത്രിയുമായിരുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഇത്തവണ UDFന് വൻ വിജയം സമ്മാനിക്കുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പദ്ധതികൾ ഊതിവീർപ്പിച്ചും കണക്കുകൾ പെരുപ്പിച്ചു കാട്ടലും മാത്രമായിരുന്നു കഴിഞ്ഞ 5 വർഷം മന്ത്രി നടപ്പിലാക്കിയതെന്നും ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കിയില്ല എന്നും നേതാക്കൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയക്കൊടി പാറിക്കാനുള്ള എല്ലാ അവസരങ്ങളും സന്ദർഭങ്ങളും ജനപിന്തുണയും ഉണ്ട് എന്നത് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അത് തന്നെയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രീ ഹൈബി ഈഡന് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് 38,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അന്ന് ലഭിച്ചിരുന്നു. ഇതെല്ലാം കൈമുതലാക്കിക്കൊണ്ടാണ് UDFൻ്റെ പ്രവർത്തകന്മാർ മുന്നേറുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 10 വർഷക്കാലം ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് MLAയും മന്ത്രിയുമായിരുന്ന സമയത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് കളമശ്ശേരിയിൽ ദൃശ്യമാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് കൈതൊട്ട് കാണിക്കാനുള്ള പദ്ധതികളുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ജനപ്രതിനിധി ശ്രീ P. രാജീവ് ഒരുപാട് പദ്ധതികളെക്കുറിച്ചും വികസന പ്രവർത്തനം നടത്തുന്നതിന് പണം അനുവദിച്ചതിനെക്കുറിച്ചുമൊക്കെ ഊതിവീർപ്പിക്കുന്ന കോടാനുകോടിയുടെ കണക്കുകൾ ഈ നിയോജക മണ്ഡലം ആകമാനം പരസ്യത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൂടെയും LDFൻ്റെ പാർട്ടി പരിപാടികളിലുമൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുവെങ്കിലും ഒരു പദ്ധതി പോലും ഈ കഴിഞ്ഞ 5 വർഷക്കാലം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ശ്രീ P. രാജീവ് നിലവിലെ ജനപ്രതിനിധി MLA ആരംഭിച്ചതാണ്. അപ്പോഴുമൊക്കെ 5 വർഷക്കാലം അദ്ദേഹം MLA ആയിരുന്നപ്പോൾ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിപ്പിച്ചതും നടത്താൻ പോകുന്ന പദ്ധതികളും ഒക്കെ പറഞ്ഞ് എല്ലായിടത്തും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ മത്സരമായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ അല്ല, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം വിശദീകരിച്ചത്, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ എല്ലാ പദ്ധതികളെക്കുറിച്ചും ഗഹനമായ അന്വേഷണം നടത്തുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ പദ്ധതികൾ വെറും പാഴ്വേലയായിരുന്നു, എല്ലാം ഊതിവീർപ്പിച്ചതായിരുന്നു, ഒന്നിനും പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനെ പിണറായി വിജയൻ 2020 തറക്കല്ലിട്ട ഭവന നിർമ്മാണ പദ്ധതികളായ ഏലൂരിലെ പച്ചമുക്കിലെയും കരുമാലൂർ പഞ്ചായത്തിലെ മാമ്പ്ര ബ്ലോക്ക് പള്ളസ്ഥലത്തെയും പദ്ധതികൾ ഇന്നും എങ്ങും എത്താതെ കിടക്കുകയാണെന്നും കൂടാതെ മുൻ MLA VK ഇബ്രാഹിം കുഞ്ഞ് തുടക്കം കുറിച്ച കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതി എങ്ങും എത്തിയിട്ടില്ല എന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ UDF നേതാക്കളായ അബ്ദുൾ മുത്തലിബ്, ജമാൽ മണക്കാടൻ, ഫ്രാൻസിസ് തറയിൽ, KV പോൾ, VK ഷാനവാസ്, TM അബ്ബാസ്, മധു പുറക്കാട്ട്, KR നന്ദകുമാർ, അഷറഫ് മൂപ്പൻ, PA അഹമ്മദ് കബീർ, അഷറഫ് വയലോടൻ, ലിസി ജോർജ്, ജൂഡോ പീറ്റർ, KV പോൾ, PM നജീബ്, അഷ്കർ പനയപ്പള്ളി എന്നിവർ സംബന്ധിച്ചു.